കൈവരിച്ച നേട്ടങ്ങളുടെയോ മെഡലുകളുടെയോ വലിപ്പങ്ങൾക്കപ്പുറം ധീരതയുടെയും അചഞ്ചലമായ രാജ്യസ്നേഹത്തിന്റെയും പ്രതീകങ്ങളായി ഇന്ത്യൻ സൈനിക ചരിത്രത്തിൽ സുവർണ ലിപികളിൽ കോറിയിട്ടിരിക്കുന്ന നിരവധി പേരുകളുണ്ട്. അത്തരത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു പേര്, ഒരു മലയാളിയുടെ പേര്, ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ച ആ സൈനികൻ. ഞാൻ സംസാരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി തന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ ബലി കൊടുത്ത ധീര പോരാളിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്ന സൈനികനെ പറ്റി. രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമായി മാറിയ അദ്ദേഹത്തിന്റെ മുഖത്തെ ആ മാസ്കിന് പിന്നിലെ കഥയെന്ത്? എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നറിയപ്പെടുന്നു? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ഉരുൾപൊട്ടൽ തകർത്ത ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് മാസ്ക് ധരിച്ച ഒരു സൈനികൻ. ഏവരുടെയും കണ്ണുകളും മനസ്സുകളും ആ സൈനികനിലേക്ക്. പ്രകൃതിക്ഷോഭത്തിൽ വിറങ്ങലിച്ചു നിന്ന വയനാടിന് കൈത്താങ്ങുമായി ഓടിയെത്തിയ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉള്ളുലച്ച ആ സൈനികന്റെ കഥയിലേക്ക്. പേരിൽ തന്നെ ആരംഭിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഋഷി രാജലക്ഷ്മി. അമ്മയുടെ പേരാണ് സ്വന്തം പേരിനൊപ്പം അദ്ദേഹം ചേർത്തു വെച്ചത്. അമ്മ രാജലക്ഷ്മി, അച്ഛൻ വേണുപ്രസാദ്, സഹോദരൻ വിനായക്. ചെറുപ്പം മുതൽ തന്നെ ഒരു സൈനികനാകണം എന്ന അടങ്ങാത്ത ആഗ്രഹവുമായി ജീവിച്ച ഒരാളായിരുന്നു ഋഷി രാജലക്ഷ്മി. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം KCBയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. താമസിയാതെ എയർ ഇന്ത്യയിൽ അദ്ദേഹം ജോലിക്കായി പ്രവേശിക്കുന്നു. അപ്പോഴും ഇന്ത്യൻ സൈന്യത്തിലേക്ക് എത്തണമെന്ന ഋഷിയുടെ ആഗ്രഹം ഉള്ളിൽ അണയാതെ കത്തിക്കൊണ്ടേയിരുന്നു. തന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയപ്പോൾ ജോലിക്ക് വേണ്ടിയാണെങ്കിൽ സൈന്യത്തിൽ ചേരേണ്ടതില്ലെന്നും മറിച്ച് രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ മാത്രം മതി എന്നുമായിരുന്നു അമ്മ ഋഷിയോട് പറഞ്ഞത്. അമ്മയുടെ ഈ വാക്കുകൾ തന്നെയായിരുന്നു തനിക്ക് പ്രചോദനമായത് എന്ന് ഋഷി അഭിമാനത്തോടെ പറയുന്നു. അങ്ങനെ ഒരു സൈനികനാകണം എന്ന അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിച്ചു. നേടിയെടുക്കാനുള്ള വെറും ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല അതെന്നും മറിച്ച് തന്റെ രാജ്യത്തോട് തനിക്കുള്ള വികാരമായിരുന്നു അതെന്നും സ്വന്തം ജീവിതം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ ദൗത്യത്തിനായി അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം, ഓപ്പറേഷൻ ട്രാൽ. ഇന്ത്യൻ കരസേനയിലെ ഒരു വിഭാഗമാണ് രാഷ്ട്രീയ റൈഫിൾസ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അധീനതയിൽ വരുന്ന ഒരു ശാഖയാണിത്. RR എന്ന ചുരുക്ക പേരിലും ഇത് അറിയപ്പെടുന്നു. 1990-ൽ ജമ്മു കാശ്മീർ മേഖലയിൽ പ്രത്യേകമായി സേവനം അനുഷ്ഠിക്കുന്നതിനായി രൂപീകരിച്ച ഇന്ത്യയിലെ ഒരു കലാപ ഭീകരവിരുദ്ധ സേനയാണ് RR. ജമ്മു കാശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കരസേനയുടെ ഈ രാഷ്ട്രീയ റൈഫിൾസ് ആണ്. മെക്കനൈസ്ഡ് ഇൻഫൻട്രി 42 RRന്റെ ഭാഗമായിരുന്നു ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. വർഷം 2017. പുൽവാമയും താഴ്വരയിലെ മറ്റു പ്രദേശങ്ങളും തീവ്രവാദികളുടെ താവളമായി മാറിയ സമയം. തീവ്രവാദം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്ന സമയം. അങ്ങനെയുള്ള തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖല. മേജർ ഋഷി അവിടെയുള്ള ഗ്രാമീണർക്കായുള്ള ഒരു മെഡിക്കൽ ക്യാമ്പിലായിരുന്നു. പെട്ടെന്ന് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഒരു കോൾ ഋഷിക്ക് വരുന്നു. ഗ്രാമത്തിലുള്ള ഒരു മരപ്പണിക്കാരന്റെ വീട് തീവ്രവാദികൾ താവളമാക്കിയിട്ടുണ്ട് എന്നും അവരെ കീഴടക്കണം എന്നുമുള്ള ഉത്തരവായിരുന്നു ഋഷിക്ക് ലഭിച്ചത്. ഉടൻ തന്നെ ക്യാമ്പ് അവസാനിപ്പിച്ച് ആ ദൗത്യത്തിനായി ഋഷിയും സംഘവും പുറപ്പെട്ടു. അങ്ങനെ 2017 മാർച്ച് 4-ന് ഋഷിയും അദ്ദേഹത്തിന്റെ സൈനിക സംഘവും ത്രാലിലെത്തി. ആ പ്രദേശത്ത് എത്തിയപ്പോൾ തന്നെ തങ്ങളുടെ ദൗത്യം കഠിനമായിരിക്കുമെന്ന് ആ സൈനികർക്ക് മനസ്സിലായി. പാറകളാൽ നിറഞ്ഞ ഒരു പ്രദേശം. അവിടെ വളരെ ഉയരത്തിലുള്ള ഒരു 3 നില വീട്ടിലായിരുന്നു തീവ്രവാദികൾ ഒളിച്ചിരുന്നത്. ചുറ്റും വീടുകളുള്ള ഒരു പ്രദേശം. എങ്കിലും സധൈര്യം തങ്ങളുടെ ദൗത്യവുമായി മുൻപോട്ട് പോകുവാൻ ആ സൈനികർ തീരുമാനിച്ചു. പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹിദീൻ അംഗവുമായ അക്വിബ്, പാകിസ്ഥാനിയായ ലഷ്കർ ഇ തൈബ ഭീകരൻ സെയ്ഫുള്ള എന്നിവരായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്ന തീവ്രവാദികൾ. ആദ്യം തന്നെ സൈനിക സംഘം സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. പിന്നീട്
ദുർഘടമായ വഴികൾ താണ്ടി അവർ തീവ്രവാദികൾ ഒളിച്ചിരുന്ന ആ വീട് വളഞ്ഞു. തീവ്രവാദികളെ ലക്ഷ്യമിടുവാൻ അനുകൂലമായ സ്ഥലങ്ങളിൽ സൈന്യം തയ്യാറായി നിന്നു. ആദ്യഘട്ടത്തിൽ തീവ്രവാദികളോട് കീഴടങ്ങുവാനായി സൈന്യം ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. സൈന്യം അടുത്ത നീക്കത്തിനായി തയ്യാറെടുത്തു. വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുവാനുള്ള നടപടി ആരംഭിച്ചു. ഒരു ഓപ്പറേഷനിലെ ഏറ്റവും അപകടകരവും വെല്ലുവിളി നിറഞ്ഞതുമായ ജോലിയായി കണക്കാക്കപ്പെടുന്ന ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IED വീടിനുള്ളിൽ സ്ഥാപിക്കുവാനായി മേജർ ഋഷി സധൈര്യം വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. തൽക്ഷണം തയ്യാറാക്കപ്പെടുന്ന സ്ഫോടക ഉപകരണമാണ് IED. വീടിനകത്ത് IED സ്ഥാപിച്ച് വീടിന്റെ ഒരു ഭാഗം സൈന്യം തകർത്തു കളഞ്ഞു. അങ്ങനെ തീവ്രവാദികൾക്ക് വീടിന്റെ പിൻഭാഗത്ത് ഒളിക്കേണ്ടതായി വന്നു. കാര്യങ്ങൾ മേജർ ഋഷിക്കും സൈന്യത്തിനും കൂടുതൽ അനുകൂലമായി വന്നു. പിന്നീട് തുടർച്ചയായ വെടിവെപ്പായിരുന്നു അവിടെ സംഭവിച്ചത്. ഈ വെടിവെപ്പിന് ശേഷം വീടിന്റെ ശേഷിക്കുന്ന ഭാഗവും തകർക്കുവാൻ സൈന്യം തീരുമാനിച്ചു. സമയം അർദ്ധരാത്രി. വീടിനകത്ത് വീണ്ടും IED സ്ഥാപിക്കുവാനായി മേജർ ഋഷി മുൻപോട്ട് വന്നു. തനിക്ക് നേരെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ ധീര സൈനികൻ സധൈര്യം വീടിനുള്ളിൽ കയറിയത്. അകത്തേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ വീട് പൂർണ്ണമായി തകർക്കുവാൻ തക്ക സ്ഥലങ്ങളിൽ അദ്ദേഹം ബോംബുകൾ സ്ഥാപിച്ചു. ബോംബ് വെച്ച ഉടൻ നിർഭാഗ്യകരമായ ആ കാര്യം സംഭവിച്ചു. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് ഒരു ഭീകരൻ ഋഷിക്ക് നേരെ വെടിയുതിർത്തു. 3 വെടിയുണ്ടകളാണ് ഋഷിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്നത്. ആദ്യ ബുള്ളറ്റ് ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു. രണ്ടാമത്തെ ബുള്ളറ്റ് ഋഷിയുടെ മുഖത്ത് നേരിട്ട് പതിച്ചു. അദ്ദേഹത്തിന്റെ മൂക്ക് തകർന്നു. താടിയിൽ തകർത്തുകൊണ്ട് മൂന്നാമത്തെ ബുള്ളറ്റും എത്തി. ഗുരുതരമായ പരിക്കുണ്ടായിരുന്നിട്ടും തീവ്രവാദികളെ കീഴ്പ്പെടുത്തുന്നത് ഇനിയും വൈകിയാൽ തന്റെ ടീം അപകടത്തിലാകുമെന്ന് മേജർ ഋഷി മനസ്സിലാക്കി. ആ നിമിഷം തന്നെ മേജർ എഴുന്നേറ്റ് തന്റെ AK-47 ഉപയോഗിച്ച് തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തു. ഈ സമയം തന്റെ സൈനികർ അകത്തേക്ക് വരുന്നത് അവർക്ക് കൂടുതൽ അപകടമാണ് എന്ന് മനസ്സിലാക്കി മേജർ ഋഷി പുറത്തേക്കിറങ്ങി. വീടിന് പുറത്തേക്കിറങ്ങി ഇഴഞ്ഞു നീങ്ങി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന മേജർ ഋഷിയെ കണ്ട് സൈനികർ അദ്ദേഹത്തിന് അടുത്തേക്ക് ഓടിയെത്തി. വേഗം തന്നെ ത്രാലിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ശ്രീനഗറിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചു. ഇതിനു ശേഷവും ഇന്ത്യൻ സൈനികർ തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. തങ്ങളുടെ ദൗത്യം വിജയകരമായി അവർ പൂർത്തിയാക്കി. 15 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 2 തീവ്രവാദികളും വധിക്കപ്പെട്ടു. എന്നാൽ ഉറിയിൽ നിന്നുള്ള മൻസൂർ അഹമ്മദ് നയിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചു. ഋഷിയെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് ഒരു വട്ടം പോലും കാണുവാൻ കഴിയാത്തത്ര ഭീകരമായിരുന്നു പരിക്കേറ്റ ഋഷിയുടെ മുഖമെന്നാണ്. എന്നാൽ പരിക്കേറ്റ തന്റെ മുഖം കണ്ട് ഞെട്ടി നിൽക്കുന്ന ഡോക്ടർമാർക്ക് നേരെ കൈകൾ ഉയർത്തി തംസപ്പ് കാണിച്ച് അവരെ വീണ്ടും ഞെട്ടിച്ചു ഋഷി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മേജർ ഋഷിയെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. 23ഓളം സർജറികളാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നടത്തിയത്. എല്ലാവരും ഒരുപോലെ മേജർ ഋഷിക്കായി പ്രാർത്ഥിച്ചു. മികച്ച ചികിത്സയും കുടുംബത്തിന്റെ പരിചരണവും വേഗം തന്നെ അദ്ദേഹത്തെ സുഖപ്പെടുത്തി. സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ. തളർന്നു പോകാതെ ഋഷിക്ക് ആത്മവിശ്വാസം നൽകി ചേർത്ത് നിർത്തി ക്യാപ്റ്റൻ അനുപമ. അച്ഛനും അമ്മയും സഹോദരനും കൂടെ ഉണ്ടായിരുന്ന സൈനികരും ഋഷിക്ക് ശക്തി പകർന്ന് കൂടെ നിന്നു. ആ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം വേഗം സുഖം പ്രാപിച്ചുവെങ്കിലും ആ മുഖം പഴയതുപോലെയായില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു മാസ്ക് സ്ഥാനമുറപ്പിച്ചു. രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമായി ആ മാസ്ക് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുകയായിരുന്ന മേജർ ഋഷിയെ കാണാനെത്തിയ ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തെ നോക്കി വിളിച്ചു, ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് മാൻ. തന്റെ മനക്കരുത്തിലൂടെ മേജർ ഋഷി തന്റെ ജീവിതം തിരികെ പിടിച്ചു. സുഖം പ്രാപിച്ച ഉടൻ തന്നെ അദ്ദേഹം സൈനിക ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ഒരു തീവ്രവാദിക്കും അവന്റെ വെടിയുണ്ടകൾക്കും തന്നെ തളർത്താനാകില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. ശത്രുക്കളിൽ നിന്ന് തന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് മാത്രമല്ല തന്റെ ദൗത്യം, മറിച്ച് രാജ്യത്തിന്റെ പൗരന്മാർക്ക് ഒരാപത്ത് വരുമ്പോൾ അവർക്ക് കൈത്താങ്ങാവുക എന്നതും തന്റെ ദൗത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ച മേജർ ഋഷി തന്റെ ജന്മനാട്ടിലെ ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തി. വയനാട്ടിൽ അദ്ദേഹം എത്തിയപ്പോൾ ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ മലയാളികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നോക്കിയിരുന്നു.
ഞാൻ മലയാളിയാണ്, കേരളം ഞാൻ ജനിച്ച നാടാണ്, ഇതാണ് എൻ്റെ നാടിനു വേണ്ടി എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന മികച്ച കാര്യം, ഇത് ഞാൻ തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ തക്ക രീതിയിൽ രാജ്യത്തിനായി മികച്ച സേവനം കാഴ്ചവെച്ച ഇന്ത്യസ് മോസ്റ്റ് ഫിയർലെസ് മാൻ, രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും മറുവാക്കായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്ന നായകന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.